വിശദമായ വാർത്തകളിലേക്ക്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും 5 കുട്ടികളടക്കം 18 പേർ മരിച്ചു. ഇന്നലെ രാത്രിയാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായത്. ട്രെയിൻ പ്ലാറ്റ്ഫോം മാറിയതറിഞ്ഞ് യാത്രക്കാർ തിരക്ക് കൂട്ടിയതാണ് അപകട കാരണമെന്നാണ് സൂചന. ഉന്നതതല അന്വേഷണത്തിന് റെയിൽവേയുടെ നിർദ്ദേശമുണ്ട്. രാകേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, എന്താണ് സംഭവിച്ചത്? ഈ 18 മരണസംഖ്യ ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? രഞ്ജിത്ത്, ആശുപത്രി അധികൃതർ LNJP ആശുപത്രി അധികൃതർ ഇപ്പോൾ ഏതായാലും 18 മരണമെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം ഏതായാലും ദാരുണമായ ഈ സംഭവം അപകടമുണ്ടായത് ഇന്നലെ രാത്രിയാണ്. രാത്രി 10 മണിയോടുകൂടിയാണ് അനിയന്ത്രിതമായ തിരക്ക് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ അനുഭവപ്പെട്ടത്. കാരണം കുംഭമേളയ്ക്ക് പോകാൻ എത്തിയവർ ഇവിടെ സ്റ്റേഷനിൽ എത്തിയിരുന്നു. കാരണം പ്രയാഗ്രാജ് എക്സ്പ്രസിൽ പോകാനാണ് കൂടുതൽ യാത്രക്കാരും എത്തിയത്. ഒപ്പം തന്നെ അതുവഴി കടന്നു പോകുന്ന 2 ട്രെയിനുകൾ വൈകിയിരുന്നു. ഇതാണ് അനിയന്ത്രിതമായ തിരക്കിന് കാരണം എന്നാണ് ഇപ്പോൾ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം നമ്പർ 14 ഒപ്പം തന്നെ 15 ഇവിടെയാണ് വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നത്. ഈ റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ പോലും ആളുകൾ നിൽക്കുന്ന സാഹചര്യമുണ്ടായി. നമുക്ക് ഊഹിക്കാം എത്രമാത്രം തിരക്കായിരിക്കും അപ്പോൾ ആ ഘട്ടത്തിൽ അനുഭവപ്പെട്ടതെന്ന്. പക്ഷേ ഈ 2 ട്രെയിനുകൾ വൈകിയതോടുകൂടി ആളുകൾ അവിടെ തമ്പടിക്കുന്ന സാഹചര്യമുണ്ടായി. കാരണം ഒന്ന് ഭുവനേശ്വറിലേക്കുള്ള രാജധാനിയാണ്. ആ ട്രെയിൻ കടന്നു പോകുന്നത് പ്രയാഗ്രാജ് വഴിയാണ്. രണ്ടാമത്തെ സ്റ്റോപ്പാണ് ആ ട്രെയിനിനെ സംബന്ധിച്ച് പ്രയാഗ്രാജ്. ഒപ്പം തന്നെ സ്വതന്ത്ര സേനാനി എക്സ്പ്രസ്, ഇത് ബീഹാറിലേക്കുള്ള ദർബാംഗിലേക്കുള്ള ട്രെയിനാണ്. അതും കടന്നു പോകുന്നത് പ്രയാഗ്രാജ് വഴിയാണ്. പക്ഷേ ഈ 2 ട്രെയിനുകൾ വൈകിയതോടുകൂടി ഈ 2 ട്രെയിനുകളുടെയും ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പ്രയാഗ്രാജ് എക്സ്പ്രസിൽ പോകാനായി ആളുകൾ എത്തുകയും ചെയ്തു. ഇതിനിടയിൽ ചില ആളുകൾ ഈ തിക്കിലും തിരക്കിലും തളർന്നു വീഴുന്ന സാഹചര്യമുണ്ടായി. ഇത് എന്തോ സംഭവിച്ചു എന്ന തരത്തിലുള്ളൊരു പരിഭ്രാന്തി പരത്താനിടയാക്കി. ഇത് വലിയ രീതിയിലുള്ള തിക്കും തിരക്കിലേക്കും നയിച്ചു എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികളുടെ ഒക്കെ തന്നെ വിവരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു പ്രതികരണം ഇങ്ങനെയാണ് രഞ്ജിത്ത്. റെയിൽവേ ഇപ്പോൾ പറയുന്നത് 9:30 അനിയന്ത്രിതമായ തിരക്ക് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ 13, 14 നമ്പർ പ്ലാറ്റ്ഫോമുകളിൽ അനുഭവപ്പെട്ടു. പെട്ടെന്നാണ് ഇത്തരത്തിൽ യാത്രക്കാരുടെ തിരക്ക് അനുഭവപ്പെട്ടത്. ഇത് ആളുകൾ തടർന്നു വീഴാൻ കാരണമായി. മാത്രവുമല്ല ചില കിംവദന്തികൾ പ്രചരിക്കുകയും ചെയ്തു. അതായത് ഇവിടെ തിക്കും തിരക്കും ഉണ്ടായ തരത്തിലുള്ള പ്രചരിക്കുകയും ചെയ്തു. ഇത് ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടായി. ഇതാണ് പിന്നീട് വലിയ രീതിയിലുള്ള ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്നായിട്ടൊരു വിശദീകരണം ഇപ്പോൾ വന്നിട്ടുള്ളത്. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഉന്നതതല അന്വേഷണം റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 പേരടങ്ങുന്ന സമിതി ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. ദൃക്സാക്ഷികളുടെയൊക്കെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അവിടെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. പക്ഷേ ഇത്രയധികം ആളുകൾ വരുമ്പോൾ അത് നിയന്ത്രിക്കാൻ മാത്രമുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികളടക്കം പറയുന്നത്. 18 പേര് മരിച്ചവരിൽ 18 പേരിൽ 4 പേർ കുട്ടികളാണ്. ഒപ്പം തന്നെ മരിച്ചവരിൽ സ്ത്രീകളുണ്ട്. അങ്ങനെ 18 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 50-ലധികം പേർക്ക് പരിക്കേറ്റു എന്നുകൂടി ഇപ്പോൾ അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ്. കാരണം സ്വാഭാവികമായും തിക്കും തിരക്കും ഉണ്ടാകുമ്പോൾ ആളുകൾ വീഴാനുള്ള സാധ്യതയുണ്ട്. ആന്തരികമായ ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധന മാത്രമേ വ്യക്തമാക്കുകയുള്ളൂ. ഏതായാലും ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നു. ഇത് കൂടാതെ നിലവിൽ ഇപ്പോൾ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്, റെയിൽവേ മന്ത്രി തന്നെ അറിയിച്ചിരിക്കുന്നത് സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ്. മാത്രവുമല്ല ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഈ അപകടം നടന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റ് ട്രെയിനുകൾ അതിനുശേഷം പുറപ്പെടുകയും ചെയ്തു. പക്ഷേ അപ്പോൾ പോലും എന്തുകൊണ്ട് ഇത്തരം തിരക്ക് മുൻകൂട്ടി അറിയാൻ സാധിച്ചില്ല എന്നുകൂടി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കാരണം റെയിൽവേ തന്നെ വ്യക്തമാക്കുന്നത് ഓരോ മണിക്കൂറിലും 1500 ടിക്കറ്റുകൾ, ജനറൽ ടിക്കറ്റുകളാണ് പ്രയാഗ്രാജിലേക്ക് മാത്രമായി വിറ്റുപോരുന്നതെന്നാണ്. സ്വാഭാവികമായും അങ്ങനെ നിരവധി ടിക്കറ്റുകൾ വിൽക്കുന്നുണ്ടെങ്കിൽ തിരക്ക് മുൻകൂട്ടി കാണേണ്ടതുണ്ട്. അവിടെ അതിന് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. പക്ഷേ അത് റെയിൽവേയുടെ ഭാഗത്തുനിന്ന്, അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ എന്ന കാര്യത്തിൽ ചോദ്യങ്ങൾ ബാക്കിയാണ്, സംശയങ്ങൾ ബാക്കിയാണ്. സാഹചര്യം ഏതായാലും വലിയ ദുരന്തമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാം വളരെ കൃത്യമായി തന്നെ. ഈ ട്രെയിൻ പ്രയാഗ്രാജിലേക്കുള്ള തീവണ്ടിയും മറ്റും വരുമ്പോൾ ആളുകളുടെ തിക്കും തിരക്കും ആ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെ കാണാം. ഏത് വിധേനയും തീവണ്ടിയിൽ കയറാനുള്ള ശ്രമം യാത്രക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അസാധാരണമായ അനിയന്ത്രിതമായ തിരക്ക് പ്രയാഗ്രാജിലേക്ക് അനുഭവപ്പെടുകയാണ്. അവിടെ നേരിട്ട് എന്ന് കണ്ട് മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിൽ തന്നെയാണ് ഞാനിത് പറയുന്നത്. നമുക്ക് ചിന്തിക്കാനാവുന്നതിലും അപ്പുറം തിരക്കാണ് ഈ പ്രയാഗ്രാജിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ അവസാന നാളുകളിലേക്ക് കടക്കുകയാണ് കുംഭമേള, മഹാകുംഭമേള. മഹാശിവരാത്രി ദിവസം ഈ മാസം 26-നാണ് കുംഭമേള സമാപിക്കുക. ആ സമയത്തിനുള്ളിൽ അവിടെ എത്തിച്ചേരാൻ ശ്രമിക്കുന്ന, അത് ഏത് വിധേനയും തീവണ്ടി മാർഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായുള്ളത്.
ഫ്ലൈറ്റുകളിൽ ടിക്കറ്റുകൾ കിട്ടാനുള്ള പശ്ചാത്തലമുണ്ട്. കാറിൽ പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. ഡൽഹിയിൽ നിന്ന് ഏതാണ്ട് 11 മണിക്കൂറോളം വേണ്ടിവരും പ്രയാഗിലേക്ക് വാഹനത്തിൽ, കാറിൽ മറ്റും പോയാൽ എന്നുള്ളതാണ്. അപ്പോൾ താരതമ്യേന എളുപ്പമുള്ള തീവണ്ടി വഴി ആളുകൾ എത്താൻ ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ആളുകൾ ഏത് വിധേനയും ട്രെയിനിൽ കയറി പ്രയാഗ്രാജിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഈ 13, 14, 15 പ്ലാറ്റ്ഫോമുകളിൽ ഈ രാകേഷ് മറ്റു ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നത് ഈ ട്രെയിനുകൾ പലതും വൈകുന്നുണ്ട് ഈ മേഖലയിലേക്കുള്ളത്. സ്വാഭാവികമായും 3 ട്രെയിനുകളൊക്കെ വൈകുമ്പോൾ ഈ 3 ട്രെയിനുകളിലും പോകേണ്ട യാത്രക്കാർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവും. അവരുടെ തിരക്ക് ക്രമാതീതമാകും. പിന്നൊരു ട്രെയിൻ വരുമ്പോൾ ഇവരൊക്കെ വളരെ പെട്ടെന്ന് ആ ട്രെയിനിൽ എങ്ങനെയെങ്കിലും കയറി പറ്റാനുള്ള ശ്രമം നടത്തും. അത് ഇത്ര വലിയ തിരക്കിനും ആളുകളുടെ പ്രശ്നങ്ങൾക്കും കാരണമാകും. അതരഞ്ജിത്ത്, ചില ട്രെയിനുകൾ വൈകിയാണ് സർവീസ് നടത്തുന്നത്. അതുകൂടി ഈ അപകടത്തിന് അല്ലെങ്കിൽ ഈ തിക്കും തിരക്കിനും കാരണമായിട്ടുണ്ട്. മാത്രവുമല്ല 2 ട്രെയിനുകൾ വൈകിയതാണ് ഈ അനിയന്ത്രിതമായ തിരക്കിന് കാരണം. സ്വാഭാവികമായി ഈ 2 ട്രെയിനുകൾ കൃത്യസമയത്ത് കടന്നു പോവുകയാണെങ്കിൽ ഇത്രയും വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടില്ലായിരുന്നു. പക്ഷേ രാജധാനി എക്സ്പ്രസ് ഭുവനേശ്വറിലേക്കുള്ളത് ആ ട്രെയിൻ വൈകി. അപ്പോൾ ആ ട്രെയിനിൽ പോകേണ്ട യാത്രക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഈ സമീപ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെയാണ് ആ ട്രെയിൻ പുറപ്പെടേണ്ടിയിരുന്നത്. ഒപ്പം തന്നെ സ്വതന്ത്ര സേനാനി എക്സ്പ്രസും അതും 13, 14 പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പോകേണ്ട ട്രെയിനായിരുന്നു. ആ ട്രെയിനും വൈകി. ഇത് കൂടാതെ പ്രയാഗ്രാജ് എക്സ്പ്രസിന് പോകേണ്ട ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 3 ട്രെയിനുകൾ പോകേണ്ട ആളുകൾ ഏതാണ്ട് ഓരോ പ്ലാറ്റ്ഫോമിൽ തമ്പടിച്ചു. ഇതാണ് ഈ വലിയ അപകടത്തിലേക്ക് നയിച്ചത്. ഒപ്പം തന്നെ റെയിൽവേയുടെ ഭാഗത്തുനിന്നൊരു അനൗൺസ്മെന്റ് ഉണ്ടായി. ഇതും ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികളൊക്കെ അറിയിക്കുന്നത്. അതെന്താണെന്ന കാര്യത്തിൽ വ്യക്തമല്ല. പുറത്തു വരുന്ന ചില സൂചനകൾ അനുസരിച്ച് അക്കാര്യത്തിൽ വ്യക്തതയില്ല. പ്ലാറ്റ്ഫോം മാറി എന്ന അറിയിപ്പ് വന്നു എന്നാണ് അറിയുന്നത്. സ്വാഭാവികമായും പ്ലാറ്റ്ഫോം മാറി എന്ന അറിയിപ്പ് വരുമ്പോൾ ആളുകൾ അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതും പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടാകാം. അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഏതായാലും റെയിൽവേ നൽകുന്നില്ല. ഏതായാലും വലിയ തിരക്കുണ്ടായിരുന്നു. അതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ തന്നെ അത് വ്യക്തമാണ്. ഏതാണ്ട് ന്യൂഡൽഹി എന്ന് പറയുന്നത് വലിയ സ്റ്റേഷനാണ്, നിരവധി പ്ലാറ്റ്ഫോമുകളുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അതിൽ തന്നെ ഈ അപകടം നടക്കുന്നത് 14 നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഒപ്പം 15 നമ്പർ പ്ലാറ്റ്ഫോമിൽ സമാനമായി തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. 16 നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള എസ്കലേറ്ററിന് സമീപത്തും ഇത്തരത്തിൽ തിക്കും തിരക്കും ഉണ്ടായി എന്നാണ് തന്നെയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ദാരുണമായ സംഭവം ഇന്നലെ രാത്രിയാണ് ഉണ്ടായിരിക്കുന്നത്. മരണസംഖ്യ ഓരോ മണിക്കൂറുകളിലും ഉയരുന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഏതായാലും പരിക്കേറ്റ ഏതാണ്ട് 50 പേർ ചികിത്സയിലുണ്ട് എന്നുള്ളത് ആശങ്കയ്ക്ക് ഇട നൽകുന്നതാണ്. കാരണം ഇതിൽ ചിലരുടെയെങ്കിലും നില ഗുരുതരമായി തന്നെ തുടരുന്നു. അതിൽ തന്നെ കുട്ടികളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനി ആശുപത്രി അധികൃതർ ഈ ചികിത്സ സംബന്ധിച്ച കാര്യത്തിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്, വിശദീകരണം വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ബുള്ളറ്റിനുകൾ വരുമോ എന്ന് കൂടി അറിയേണ്ടതുണ്ട്. മറ്റൊരു വശം ഈ അപകടം എങ്ങനെ സംഭവിച്ചെന്ന തരത്തിലുള്ള അന്വേഷണമാണ്. റെയിൽവേ മന്ത്രി ഏതായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് പറയുന്നു. 2 അംഗ സമിതി ഈ വിഷയം അന്വേഷിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. രഞ്ജിത്ത്, ഉന്നതതല അന്വേഷണം റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അപകടത്തിൽ. പക്ഷേ ഈ തിരക്ക് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്കിതറിയാം, ഇതുവരെ ഏതാണ്ട് 50 കോടിയിൽ പരം ആളുകൾ പ്രയാഗ്രാജിലേക്ക് എത്തി എന്നാണ് UP സർക്കാർ അവകാശപ്പെടുന്നത്. ഇനിയും ആളുകൾ എത്തും. ഇനിയും 10 ദിവസം മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. ഇന്നിപ്പോൾ 16ആണ് തീയതി. 26 വരെയാണ് മഹാകുംഭമേള ഉണ്ടാവുക. സ്വാഭാവികമായും ഇനിയും ആളുകളുടെ എണ്ണം, മലയാളികളടക്കം നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വിമാനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും ബുക്കിങ്ങിൻ്റെ പരിധി കഴിഞ്ഞു. തീവണ്ടികളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും വലിയ തിരക്ക്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട തിരക്കുകൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ഇത്ര അധികം ആളുകളെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി പ്രയാഗ്രാജിനുമില്ല. കഴിഞ്ഞ ദിവസമൊക്കെ കിലോമീറ്ററുകൾ നീണ്ട ക്യൂ ആയിരുന്നു ആ പ്രദേശത്ത് ഒട്ടാകെ. ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആളുകൾ തിക്കിലും തിരക്കിലും മറ്റും വീണ് കിടക്കുന്ന ദൃശ്യങ്ങളാണ്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമൊക്കെ ഈ അപകടത്തിൽപ്പെട്ടു. 11 സ്ത്രീകൾ ഈ അപകടത്തിൽ മരിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 4 കുഞ്ഞുങ്ങളും ഈ മരിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. ആ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഏറെ ദാരുണമായ ദൃശ്യങ്ങൾ തന്നെയാണ്. തിക്കിലും തിരക്കിലും മറ്റും പെട്ട് കുഴഞ്ഞു വീണ് ആ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. വലിയൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 18 പേരിൽ 14 പേര് സ്ത്രീകളാണ് എന്നാണ് ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്തുനിന്നുള്ള കണക്കുകൾ വരുന്നത്. മറ്റുള്ളവർ കുട്ടികളാണ്. അപ്പോൾ മരിച്ചവരിൽ കൂടുതൽ പേരും സ്ത്രീകളാണ് എന്ന് സ്ഥിരീകരണം ഇപ്പോൾ റെയിൽവേ നൽകുന്നു. 18 പേരിൽ 14 പേര് സ്ത്രീകളാണ് എന്ന കണക്കാണ് ഇപ്പോൾ റെയിൽവേ വരുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഇക്കാര്യത്തിൽ സ്വാഭാവികമായും വലിയ തിരക്ക്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലേക്കുള്ള തിരക്കൊക്കെ തന്നെ വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. പ്രയാഗ്രാജിലേക്ക് പല ഭാഗങ്ങളിൽ നിന്ന്, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ തീർത്ഥാടകർ പോകുന്നുണ്ട്. പക്ഷേ അതനുസരിച്ചൊരു ക്രമീകരണം ഒരുക്കുന്നതിൽ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായോ എന്ന ചോദ്യങ്ങളും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. പലരും ഇപ്പോൾ അത്തരം വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം
റെയിൽവേ തന്നെ പറയുന്നത് 1500 ടിക്കറ്റുകൾ ഓരോ മണിക്കൂറും ജനറൽ ടിക്കറ്റുകൾ വിറ്റുപോകുന്നുണ്ട് എന്നാണ്. സ്വാഭാവികമായും അത്തരം രീതിയിൽ ടിക്കറ്റുകൾ വിറ്റുപോകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സുരക്ഷ ഒരുക്കേണ്ട ബാധ്യത കൂടി റെയിൽവേക്കുണ്ടായിരുന്നു. അപ്പോൾ അക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായോ എന്ന കാര്യമടക്കം ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും അന്വേഷണത്തിൽ അക്കാര്യം വ്യക്തമാകുമെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഒരു പ്രതികരണം വരുന്നത് അസാധാരണമായ തിരക്ക് അനുഭവപ്പെടുന്നു എന്നൊരു NDRF ഉദ്യോഗസ്ഥന്റെ അടക്കം പ്രതികരണം ഈ ഘട്ടത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ മേൽപ്പാലത്തിലടക്കം ആളുകളുണ്ടായിരുന്നു. വലിയ തിരക്കൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്തരമൊരു തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസമാണ്, ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ അവധി ദിനമായതുകൂടി കണക്കിലെടുത്തുകൊണ്ടൊരു തീർത്ഥാടകരുടെ തിരക്ക് സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായില്ല എന്നതാണ് ഈ ദുഃഖകരമായ അല്ലെങ്കിൽ ദാരുണമായ അപകടത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന കണക്കനുസരിച്ച് 18 മരണം ആണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ കുട്ടികളുണ്ട്, 14 പേർ സ്ത്രീകളാണ്. രഞ്ജിത്ത്, അതാണ് പരിക്കേറ്റ 50ഓളം ആളുകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അവരെ ഡൽഹിയിലെ LNGP ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി അതിഷിയും ലഫ്റ്റനന്റ് ഗവർണറും മറ്റും ഈ ആശുപത്രിയിലെത്തി ഈ പരിക്കേറ്റവരെ സന്ദർശിച്ചു. ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പ്രയാഗ്രാജ് എക്സ്പ്രസിൽ പോകാനായി ആയിരങ്ങളാണ് ഇന്നലെ രാത്രി സ്റ്റേഷനിലേക്ക് എത്തിയത്. പ്ലാറ്റ്ഫോം 14 നിന്നായിരുന്നു ഈ ട്രെയിൻ. 12, 13 പ്ലാറ്റ്ഫോമുകളിൽ എത്തേണ്ടിയിരുന്ന സ്വതന്ത്ര സേനാനി ഭുവനേശ്വർ രാജധാനി എക്സ്പ്രസിൽ വൈകിയതോടെ ഈ പ്ലാറ്റ്ഫോമുകളിൽ വലിയ ജനക്കൂട്ടമുണ്ടായി. തുടർന്നാണ് തിക്കും തിരക്കുമുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ദുരന്തത്തിൽ പ്രധാനമന്ത്രി അടക്കം അനുശോചിച്ചിട്ടുണ്ട്. എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുന്നുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സ്റ്റേഷനിൽ വിന്യസിച്ചിട്ടുണ്ട്. തീർത്ഥാടകർ തിരക്ക് കുറയ്ക്കാൻ പ്രത്യേക ട്രെയിൻ സർവീസുകൾ ആരംഭിക്കാൻ റെയിൽവേ തീരുമാനിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. സംഭവത്തിൽ അടിയന്തര നടപടി കൈക്കൊള്ളാൻ ചീഫ് സെക്രട്ടറിക്കും കമ്മീഷണർക്കും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന നിർദ്ദേശം നൽകുകയും ചെയ്തു. അനിയന്ത്രിതമായ തിരക്കാണ്, വലിയ തിരക്കാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ തിരക്കിൽ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകും. അത്തരത്തിൽ കാരണം ആളുകൾ തിക്കിലും തിരക്കിലുമൊക്കെ പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഈ ട്രെയിനിൽ കയറിപ്പറ്റാനുള്ള ശ്രമം നടത്തുന്ന ഒരു പശ്ചാത്തലം കൂടി ഏറ്റവും ഇതിനുള്ള കാരണമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ദുരന്തം സംഭവിച്ചിരിക്കുന്നു. അതീവ ഗൗരവതരമായ സംഭവമാണ്. ഇനി വരും ദിവസങ്ങളിലും പ്രയാഗിൽ വലിയ തിരക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ അധികൃതർ എന്നാണ് മനസ്സിലാകുന്നത്. രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.